നമസ്കാരം. 78ാമത് ഹിരോഷിമ ദിനത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഉയിർപ്പിൻ്റെ നഗരമായ ഹിരോഷിമയിലാണ്. ഹിരോഷിമയിലെ പീസ് മെമ്മോറിയൽ പാർക്കിൽ. ഇപ്പോൾ സമയം ഏകദേശം 3 മണി കഴിഞ്ഞു. ഇന്നിവിടെ വൈകുന്നേരം 6 മണി മുതൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് പീസ് മെസ്സേജ് ലാൻഡ് ആൻഡ് ഫ്ലോട്ടിംഗ് സെറിമണി. അതായത് സമാധാന സന്ദേശങ്ങൾ എഴുതിയ ഒട്ടനവധി വിളക്കുകൾ തെളിയിക്കുന്ന ഒരു ചടങ്ങ്. ഇത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ഇതിൽ വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒട്ടനവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ ഭാഷകളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള സമാധാന സന്ദേശങ്ങൾ, ലോക സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള വിളക്കുകൾ, ഒട്ടനവധി വിളക്കുകൾ ഈ മോട്ടോയാസോ നദിയിൽ ഒഴുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാനുള്ളത്. ഇവിടെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഒട്ടനവധി ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജപ്പാൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഒട്ടുമിക്ക വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഇവിടുത്തെ പീസ് വോളണ്ടിയേഴ്സും അതുപോലെ തന്നെ ഇവിടെയുള്ള പോലീസ് ഫോഴ്സിലെ ആളുകളും ഇതുകൂടാതെ മറ്റ് സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികളും ഒക്കെ ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എങ്ങനെയാണ് നടക്കുന്നത്, ആ ചടങ്ങിൻ്റെ ചില കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള ലോകസമാധാനത്തിൻ്റെ സന്ദേശ വിളക്കുകൾ തെളിയിക്കുന്ന ചടങ്ങിന് പിന്നിൽ ചില വസ്തുതകളും ഒക്കെ ഇവർക്ക് പറയാനുണ്ട്. ഇത് ഇവരുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. എങ്കിൽ തന്നെയും പ്രധാനമായിട്ടും ഈ മോട്ടോയാസു നദിയെക്കുറിച്ച് പറയുമ്പോൾ, ഈ മോട്ടോയാസു നദി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആറ്റോമിക് ബോംബ് വീണ സ്ഥലം, അതായത് ഇന്നത്തെ ബോംബ് ഡോം എന്നറിയപ്പെടുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ഈ മോട്ടോയാസു നദി. ഈ മോട്ടോയാസു നദിയിൽ ആ കാലഘട്ടങ്ങളിൽ ആ ബോംബ് വർഷിക്കപ്പെട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒട്ടനവധി ആളുകൾ ജീവന് വേണ്ടിയും ദാഹജലത്തിന് വേണ്ടിയും ഈ നദിയിലേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്തത്. അപ്പോൾ പൊള്ളലേറ്റ ശരീരവുമായിട്ട് ഈ നദിയിലേക്ക് എടുത്തു ചാടിയതിൽ ഭൂരിഭാഗം ആളുകളും മരണപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അന്ന് വൈകുന്നേരവും അടുത്ത ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ മോട്ടോയാസു നദിയിൽ ഒട്ടനവധി ശവങ്ങൾ ഇങ്ങനെ ഒഴുകുന്ന ഒരു കാഴ്ചയാണ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഇവിടുത്തെ മ്യൂസിയം സന്ദർശിക്കുമ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ മോട്ടോയാസു നദി, ശവവും വഹിച്ചു കൊണ്ട് പോകുന്ന മോട്ടോയാസു നദി, അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക്, അതിൻ്റെ അത്തരത്തിൽ ഇനി ലോകത്ത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ലോകത്തോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ ചടങ്ങുകൾ നടക്കുന്നത്. അതായത് ലോകസമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ വിവിധ ഭാഷകളിൽ എഴുതിയിട്ട് ആലേഖനം ചെയ്തിട്ട് വിളക്ക് തെളിയിച്ചിട്ട് ഈ നദിയിലേക്ക് ഒഴുക്കുന്ന ഒരു കാഴ്ചയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിയുമ്പോൾ അന്നത്തെ ആ കാലഘട്ടങ്ങളിൽ ആളുകൾ അനുഭവിച്ച ആ ദുരന്തം ഓർക്കുമ്പോൾ നമുക്ക് തന്നെ കരച്ചിൽ വരും. അത്തരത്തിലുള്ള, പ്രത്യേകിച്ച് നമ്മുടെ പീസ് മെമ്മോറിയൽ പാർക്കിൻ്റെ അകത്തുള്ള മ്യൂസിയമുണ്ട്, പീസ് മെമ്മോറിയൽ മ്യൂസിയം. അവിടെ ഈ ഇത്തരത്തിലുള്ള ബോംബ് വിക്ടിം ആയിട്ടുള്ള ആളുകളുടെ അവരുപയോഗിച്ച സാധനങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ അന്നത്തെ അതിൻ്റെ പല ദൃശ്യങ്ങളും ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണുമ്പോഴൊരു വല്ലാത്തൊരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരിക്കലും ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ, അതിനുവേണ്ടി ലോക സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ഹിരോഷിമയിലെ ആളുകൾ. ഇത്തരത്തിലുള്ള വിളക്കു തെളിയിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഇൻഫർമേഷൻ സെൻറ്ററുകൾ അവിടെ ഇവിടെയായിട്ട് പാർക്കിൻ്റെ വിവിധ ഏരിയകളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഒട്ടനവധി ആളുകൾ ഇതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പറുകൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ സെൻറ്ററിന് മുമ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളാണ്. അപ്പം അവിടെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഓരോ ഇൻഫർമേഷൻ സെൻറ്ററുകളിലും 5-6 ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെ ഈ പീസ് വോളണ്ടിയേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരുമാണ്. ഇതിലെ ഈ ബോംബ് വിക്ടിമിൽപ്പെട്ട ആളുകളുടെ ബന്ധുക്കളും അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇവിടെ ഒരു വിളക്ക് തെളിയിക്കുന്നതിന് 800 yen ആണ്. 800 yen എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്യ 400-450 രൂപയോളം വരും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മെസ്സേജ് കാർഡുകളുണ്ട്. ആ കാർഡിന് 50 yen ആണ് അതിൻ്റെ വില.
അപ്പോൾ ഇത്തരത്തിൽ പല വർണ്ണങ്ങളിലുള്ള പേപ്പറുകൾ അവിടെ കാണാം. ആ പേപ്പറുകൾ പിന്നെ ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്ക് 4 വശങ്ങളിലും സന്ദേശങ്ങൾ എഴുതിയിട്ട്, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഫ്രെയിമും അതുപോലെ തന്നെ അതിൻ്റെ നടുക്കുള്ള വിളക്കും, അതായത് മെഴുകുതിരിയാണ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് നമുക്ക് പിന്നെ അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്തരത്തിലാണ് ഈ സ്ക്വയർ ആയിട്ടാണ് ഇത് കാണുക. അത്തരത്തിലുള്ള ഒരു ഫ്രെയിമിൽ ഘടിപ്പിച്ച് അതിൻ്റെ നടുവിൽ പിന്നെ മെഴുകുതിരി കത്തിച്ചിട്ട് ഈ പിന്നെ എന്താണ് മൊട്ടയാസു നദിയിലേക്ക് ഒഴുക്കി വിടുന്നൊരു രീതിയാണ്, ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണിത്. ഇവിടെ നിൽക്കുന്ന ഈ കൗണ്ടറിൽ നിൽക്കുന്ന ആളുകൾ, ഓരോ ആളുകളും വളരെ ഭവ്യതയോടുകൂടി എഴുന്നേറ്റ് നിന്ന് വരുന്ന ആളുകളെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണിത്. അപ്പം ഇവർ ജാപ്പനീസിൽ ഇതെന്താണ് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് ജാപ്പനീസ് നന്നായിട്ട് അറിയൊന്നുമില്ല, പക്ഷേ എങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, ജപ്പാനിലുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവർ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ അത്തരത്തിൽ ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങി. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇത്തരത്തിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള എഴുതി നമ്മൾ പിന്നെ എന്താണ് മെസ്സേജുകൾ എഴുതാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അപ്പം ഈ വർഷം ഞങ്ങൾ പിന്നെ ഇന്ത്യയിലുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ നോർത്ത് ഇന്ത്യയിലുള്ള മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ കൊൽക്കത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വർഷം മെസ്സേജ് എഴുതുന്നത് അവനവൻ്റെ ഭാഷയിൽ, സാധാരണ എല്ലാ ആളുകളും ജാപ്പനീസിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ആണ് എഴുതാറുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജിൽ എഴുതാമെന്നുള്ള ഒരു രീതിയിൽ മലയാളത്തിലും അതുപോലെ തന്നെ എന്താണ് ഹിന്ദിയിലും പിന്നെ സംസ്കൃതത്തിലും അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള മറ്റ് ചൈനയിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ UK നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ പ്രാദേശിക ഭാഷയിൽ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ, അവരവരുടെ മനസ്സിൽ തോന്നിയ സന്ദേശങ്ങൾ അതിൽ കുറിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ കാണുന്ന നദി, ഇത് മൊട്ടയാസു നദിയാണ്. ഇതിൻ്റെ ഈ പാലത്തിൻ്റെ തൊട്ടപ്പുറം ആ ഭാഗത്താണ് ഈ വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഈ ബണ്ടിലായിട്ട് കാണുന്നത് ഇത്തരത്തിലുള്ള വിളക്കുകൾ കത്തിക്കുന്ന ഫ്രെയിമാണ്. ഇത്തരത്തിൽ കുട്ടികൾ, അവിടെയുള്ള പിന്നെ വോളണ്ടിയേഴ്സ് പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ എഴുതി അവിടെ കൊണ്ടുപോയതിന് ശേഷം ആ മെസ്സേജ് ഇപ്പോൾ നിങ്ങൾക്കതിൽ കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രെയിം, അതിന് വേണ്ടിയുള്ള പ്രത്യേകം ഫ്രെയിമുകൾ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒട്ടനവധി ഫ്രെയിമുകളുണ്ട്. അപ്പോൾ ആ ഫ്രെയിമിൽ ഇത്തരത്തിൽ നമ്മൾ പിന്നെ മെസ്സേജുകളൊക്കെ അതിൽ വെച്ച് അതിൻ്റെ നടുക്കൊരു മെഴുകുതിരി ഉണ്ട്. അപ്പോൾ ആ മെഴുകുതിരി പിന്നെ ഇവർ ഇതേപോലെയുള്ള വോളണ്ടിയേഴ്സ് നമുക്ക് കത്തിച്ചു തരും. അത് ഇതേപോലെ നമ്മൾ കൊണ്ടുപോയി ആ നദിയിൽ ഒഴുക്കുന്ന ഒരു പിന്നെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇത്തരത്തിലുള്ള ഒട്ടനവധി കൗണ്ടറുകൾ പാർക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവിടെ ഇതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ ഇതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ ഉണ്ട്. ഇത്തരത്തിലുള്ള കൗണ്ടറുകൾ കാണാം. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് സമാധാന സന്ദേശങ്ങൾ അയച്ചു കൊടുക്കാം. അത്തരത്തിലുള്ള സന്ദേശങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ബോർഡാണ്, ഇതിൻ്റെ ഒരു സ്ക്രീനാണ് ഇവിടെ കാണുന്നത്. ഇനിയുള്ള കാഴ്ച ഇത്തരത്തിലുള്ള സമാധാന സന്ദേശ വിളക്കുകൾ തെളിയിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ്. അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട VIPകളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഈ അറ്റോമിക് ബോംബ് വിക്ടിം അവരുടെ ആശ്രിതരും അടുത്ത തലമുറയിലുള്ള ആളുകളൊക്കെ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ഇവിടെ ഈ ഉദ്ഘാടന ചടങ്ങിലുള്ളത്. അപ്പോൾ ആ ഉദ്ഘാടന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കാണാം. 原爆で亡くなられたすべての方への慰霊と世界平和を祈ります。準備はよろしいでしょうか。流頭
ഈ ചടങ്ങ് കാണാൻ വേണ്ടി മോട്ടോയാസു നദീൻ്റെ ഇരുകരയിലുമായിട്ട് ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ അവർ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്ന കാഴ്ചകൾ കാണാം. ഒട്ടുമിക്ക ചില യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ചില മീഡിയ ആൾക്കാരും ഇത്തരത്തിലുള്ള ആളുകളെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന കാഴ്ചകളും ഒക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ്. ഇവിടെ ഇത്രയും ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടി നടന്നിട്ട് പോലും ഈ പാർക്കിൻ്റെ ഏതൊരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കിവിടെ പ്രത്യേകിച്ച് വേസ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ വേസ്റ്റുകളോ പ്ലാസ്റ്റിക് വേസ്റ്റുകളോ ഒന്നും അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിഞ്ഞായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഒരൊറ്റ ഒന്നുപോലും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അത്തരത്തിൽ ഇവിടെ എല്ലാം അവിടെ ഇവിടെ വേസ്റ്റ് ബിന്നുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ആളുകൾ ബോധപൂർവം അവിടെ തന്നെ കൊണ്ട് നിക്ഷേപിക്കും. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ നടക്കുന്ന ഇതിൽ കാണുന്ന പേപ്പറുകളും അത് എല്ലാം ഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പം പേപ്പറുകളും അതുപോലെ തന്നെ വുഡൻ ചെറിയ പീസുകളും ഒക്കെയാണ് അതിനകത്തുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഇത് ഏകദേശം ഈ ചടങ്ങ് നടക്കുന്നത് 6 മണി മുതൽ 9 മണി വരെയാണ്. അപ്പം അതിന് ശേഷം അന്ന് തന്നെ ഈ ഒഴുക്കിവിട്ട എല്ലാ കടലാസുകളും അതിൻ്റെ വേസ്റ്റുകളെല്ലാം ഇതൊരു പ്രത്യേക തരത്തിലുള്ള യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് തന്നെ അവർ ഈ ചടങ്ങിന് ശേഷം അടുത്ത ദിവസമാവുന്നതിന് മുമ്പ് തന്നെ ഈ റിവർ മുഴുവനായിട്ടും അവർ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുമെന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഇതുകൂടാതെ ഇവിടുത്തെ ചില സ്കൂളിലെ കുട്ടികളൊക്കെ സ്വന്തമായി നിർമ്മിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള സമാധാനത്തിൻ്റെ ലൈറ്റുകൾ, സന്ദേശം എഴുതി അവരവരുടെ ഭാവനയിലുള്ള സന്ദേശങ്ങളും അതുപോലെ തന്നെ ചിത്രങ്ങളും ഒക്കെ വരച്ചിട്ട് മനോഹരമായിട്ട് അവർ കൊണ്ടുവരുന്ന കാഴ്ച നമുക്കിവിടെ കാണാം. അതുപോലെ ഇവർ ഇത്തരത്തിലുള്ള ചടങ്ങിന് വേണ്ടി ഒരു നീണ്ട ക്യൂ തന്നെ നമുക്കിവിടെ കാണാം. മണിക്കൂറുകളോളം ഇവരിങ്ങനെ അക്ഷമരായിട്ട് ക്യൂ നിൽക്കുന്ന കാഴ്ച കാണാം. ഇപ്പോൾ ഈ ക്യൂവിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ചടങ്ങുകൾ നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേർന്നിട്ടും എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഇവിടുത്തെ സംഘാടകരുടെ മിടുക്ക് മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ രീതി, അവരുടെ കൾച്ചർ ആ രീതിയിലാണ്. അതായത് എല്ലാം വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വളരെ നിശബ്ദരായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ശബ്ദ കോലാഹലങ്ങളോ അല്ലെങ്കിൽ തിക്കും തിരക്കുകളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്ത് ആ രീതിയിലാണ് ഇവരുടെ ഒരു കൾച്ചർ ആ രീതിയിലാണ്. ഇതൊക്കെയാണ് ഈ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന കാഴ്ചകൾ. ഇത് കൂടാതെ പീസ് മെമ്മോറിയൽ പാർക്കിൻ്റെ മറ്റ് പ്രധാന ഭാഗങ്ങളുണ്ട്. പ്രധാനമായിട്ടും പീസ് മോണമെൻ്റ്, അതുപോലെ തന്നെ പീസ് മൗണ്ട്, അതായത് ഇവിടെയുള്ള ഈ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. അതിനെ പീസ് മൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയുള്ള ചില കാര്യങ്ങൾ, അതുപോലെ ചില പ്രാർത്ഥനകളും അവരുടെ ആ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ അടുത്ത തലമുറയിൽപ്പെട്ട ആളുകൾ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളും ഒക്കെ അവിടെ സമർപ്പിച്ചിട്ടുള്ളതൊക്കെ കാണാം. അതിൻ്റെയൊക്കെ ചില കാഴ്ചകൾ കൂടെ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം.